Watch India's largest kids library only on Jio Hotstar. Download the app now. ഇത് കൊള്ളാലോ. ഈ സിറ്റി കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഷാക്കാലിന്റെ കൂടെ ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റി ഇവിടെ ഇല്ലായിരുന്നു. രുദ്രയുടെ കാര്യം പറയാനും. രുദ്ര, ഹലോ രുദ്ര, ഇത് മൈരയാ. ആ മൈര പറയാ. വേഗം വാ, ആകാശത്ത് ഏതോ ഒരു സ്ട്രേഞ്ചർ പറക്കുന്നുണ്ട്. അവൻ ഈ സിറ്റിയിലെ ആളല്ല. രുദ്ര, ദാ അങ്ങോട്ട് നോക്കാം. അവൻ ആരായിരിക്കും? വരും നോക്കാം. ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടായി. അതിസുന്ദരമായ നഗരം. ഞാൻ ഈ നഗരം എന്റെ കൈക്കലാക്കും. ഷക്കാലിനോടൊന്ന് ചോദിച്ചേക്കാം ഇത് ആരുടെ സ്ഥലമാണെന്ന്. ഈ സ്ഥലം ഞങ്ങളുടേതാണ്. ഇത് കൈക്കലാക്കാൻ നീ ഒരിക്കലും ശ്രമിക്കണ്ട. ആർക്കും എന്നെ തടയാനാവില്ല. നീ ചെയ്യുമോ അല്ല നീയോ? ഞാൻ മാന്ത്രികന്മാരുടെ മാന്ത്രികനായ ചട്ടാൻ സിംഗ് ആണ്. ഈ ലോകത്തിൽ ആർക്കും എന്നെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. എത്രയും പെട്ടെന്ന് ഈ സിറ്റി ഞാൻ കൈക്കലാക്കും. നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോയിക്കോ. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുമായി ചെന്ന് കളിക്കേ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും ഒരിക്കലും സംശയിക്കരുത്. ഓഹോ, അപ്പൊ അതാണോ കാര്യം? എന്നാൽ ശരി, ഇതാ പിടിച്ചോ. Ibaiska, Zibaiska, boom, chick, chick, boom. Ibaiska, Zibaiska, sakum, pushum. മൈര, നീ എന്താ ഈ കാണിച്ചത്? രക്ഷിക്കൂ. സോറി. ഇപ്പൊ എന്താ ചെയ്യാ? ചാഞ്ചൽ ചാമുണ്ട ചണ്ടീല ഇസ്ക്ലൂ. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് രുദ്ര. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഈ സിറ്റി ഞാൻ കൈക്കലാക്കും. ആദ്യം എനിക്ക് എന്റെ കൂട്ടുകാരൻ ഷാക്കാലിനെ കാണണം. ബൈ. വരുൺ, അവൻ രുദ്രയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ രക്ഷപ്പെടുത്തണം. Ibaiska, Zibaiska, Zakum, Breko! ഓഹോ, ചട്ടാൻ സിംഗ്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, വെൽക്കം വെൽക്കം. എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ഷാക്കാൽ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, എനിക്കെങ്കിലും നിന്നെ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ നീ എന്നെ ഓർക്കുക പോലും ചെയ്തില്ല. പറഞ്ഞോ, എങ്ങനെയുണ്ട് എന്റെ ഈ കാൾ സിറ്റി? സോഗ, ഇവൻ എന്റെ പഴയ കൂട്ടുകാരനാണ്. ഇവന് വേണ്ടി രാജകീയമായ ഭോജനങ്ങൾ തയ്യാറാകട്ടെ. അതൊന്നും വേണ്ട ഷാക്കാൽ. ആഹാരമൊക്കെ നമുക്ക് പിന്നീട് കഴിക്കാം. ആദ്യം നീ ഒരു കാര്യം പറയൂ. നിന്റെ കാൾ സിറ്റിക്ക് അടുത്തൊരു സിറ്റി ഇല്ലേ? അത് ആരുടേതാണ്? ഞാനത് സ്വന്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സ്ഥലത്തിന്റെ പേര് സൺ സിറ്റി എന്നാണ്. ആ സ്ഥലം ജയ്സിംഗ് ചൗഹാന്റേതാണ്. ജയ്സിംഗ് ചൗഹാൻ വളരെ ശക്തിശാലിയായ മാന്ത്രികനാണ്. അവന്റെ സിറ്റി കൈക്കലാക്കുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്റെ പേര് ചട്ടാൻ സിംഗ് എന്നാണ്. ഒരിക്കലും ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. അത് ജയ്സിംഗ് ചൗഹാൻ ആയാലും ശരി, അജയ് സിംഗ് ചൗഹാൻ ആയാലും ശരി. 5 സെക്കൻഡ് കൊണ്ട് ഞാൻ അവരെ വകവരുത്തും. എപ്പോഴും എന്റെ ആശംസകൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും.
ചെകുത്താന്റെ കൃപ കാരണം ഭൂമിയിലുള്ള സകല ചെകുത്താന്റെ ശക്തികളും നിന്നെ സഹായിക്കാനെത്തട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരാ, എത്രയും പെട്ടെന്ന് സദ്യ ഒരുക്കൂ. സൺ സിറ്റി സ്വന്തമാക്കിയതിനു ശേഷം അത് അടിച്ചു പൊളിച്ചു നമുക്കൊന്ന് ആഘോഷിക്കാം. ഇതെന്താ ഷാക്കാൽ, സൺ സിറ്റി നീ അവന് വിട്ടുകൊടുത്തെന്നോ? ഞാൻ മാന്ത്രികനാണ്, മാന്ത്രികത്തിന്റെ രാജാവാണ്. എന്നെ കണ്ടാൽ എല്ലാവരും ഞെട്ടും. ഞാനാണ് ഷക്കാൽ. സൺ സിറ്റിയെ അവൻ സ്വന്തമാക്കുമ്പോൾ തന്ത്രപരമായി ഞാൻ അവന്റെ കഥ കഴിക്കും. അത് കഴിഞ്ഞ പിന്നെ സൺ സിറ്റി എനിക്ക് സ്വന്തമായി തീരും. എന്താണോ വെറുതെ വായി നോക്കിയിരിക്കുന്നേ? ഇന്ന പിടിച്ച പച്ചക്കറിയുടെ ലിസ്റ്റ് വേഗം എല്ലാം പാക്ക് ചെയ്യേ. जादू की चामुंडा चंचेला. പച്ചക്കറി വാങ്ങാനും സമ്മതിക്കില്ലേ? എന്റെ അമ്മ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. മുത്തച്ഛ, എത്രയും പെട്ടെന്ന് ഒന്ന് വരണേ. ഏതോരുത്തം വന്ന് നമ്മുടെ സിറ്റി നശിപ്പിക്കുക. മുത്തശ്ശ, ഞാൻ പറഞ്ഞില്ലേ ഇവനാണത്. ഇവന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. ചട്ടാൻ സിംഗ്, നീ തിരിച്ചു പോയിക്കോ. അതാണ് നിനക്ക് നല്ലത്. ഓ, എന്ന് വെച്ചാൽ നിനക്ക് എന്നെ അറിയാമല്ലേ? അപ്പൊ നിനക്ക് വേറൊരു കാര്യവും മനസ്സിലായി കാണുമല്ലോ. ഈ ചട്ടാൻ സിംഗ് ആർക്കും കീഴടങ്ങുന്നവനല്ല. എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. നിനക്ക് നന്മയുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ സിറ്റി എനിക്ക് വിട്ടു തന്നേക്ക്, മനസ്സിലായല്ലോ? ഈ സിറ്റി എന്റേതല്ല. നിനക്ക് ഞാൻ വിട്ടുതരാൻ പറ്റില്ല. ഇതിവിടെയുള്ള ജനങ്ങൾക്ക് സ്വന്തമായതാണ്. എങ്കിൽ പിന്നെ ഞാൻ ഇവിടെയുള്ള ജനങ്ങളുടെ കഥ ആദ്യം കഴിക്കണം. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിനക്കതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ ആദ്യം നിന്റെ കഥ അങ്ങ് കഴിച്ചേക്കാം. ചാലാക്കി ചാമുണ്ട ചാൻചേല. രുദ്ര, നിങ്ങൾ ഒരല്പം മാറി നിൽക്ക്. ചെല്ല്, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ല്. ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ഇബായിസ്ക സകൂം ഫ്ലിപ്പോ. കാലാക്കി ചാമുണ്ട കൺട്രോല. ജയ്സിംഗ് ചൗഹാൻ, നിന്റെ കഥ ഇതോടെ തീർന്നു. ഇനി ഞാൻ എന്റെ കഥ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇബായിസ്ക സകൂം ഫ്ലിപ്പോ. കണ്ടോടാ ചട്ടാൻ സിംഗ്, ജയ്സിംഗ് ചൗഹാനെ ജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു പ്രാവശ്യം തോറ്റ് പിൻവാങ്ങിയാൽ യുദ്ധം അവസാനിക്കില്ല കൂട്ടുകാരാ. ഞാൻ വീണ്ടും ആ യുദ്ധം തുടരും. ഇന്ന് അവൻ വിജയിച്ചു. പക്ഷെ നാളെ ഞാൻ അവനെ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ. എന്റെ ആസ്ട്രോയിഡ് അസ്ത്രങ്ങൾ കൊണ്ട് അവർക്ക് ഞാൻ രോഗബാധ ഉണ്ടാക്കും. ആ വേദനയിൽ നിന്നും ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ അവർക്ക് എന്നോട് യുദ്ധം ചെയ്യാനും പറ്റില്ല. അതോടെ അവരുടെ കഥ അവസാനിക്കും. അവൻ നാളെ വീണ്ടും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ വീണ്ടും ഞാൻ ആരോഗ്യവാനായിരിക്കണം, അല്ലെങ്കിൽ അതെല്ലാവർക്കും അപകടമാകും. മുത്തശ്ശ, നാളെ നിങ്ങളല്ല, ഞാൻ അവന്റെ ഒപ്പം യുദ്ധം ചെയ്യാം. അവൻ വലിയ ശക്തിശാലിയാണ് മോനെ. അവന്റെ ആസ്ട്രോയിഡ് അസ്ത്രങ്ങൾ നിനക്ക് നേരിടാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും മുത്തശ്ശ. നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, ശ്രമിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷെ അത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം. മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ചു തരൂ. അവന്റെ ആസ്ട്രോയിഡ്സ് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത്. എന്നാൽ ശരി, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. എന്നാലും ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, നാളെ നീ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇബായിസ്ക സകൂം ബ്രേക്കോ.
ഫുൾ ആൻഡ് ഫുൾ ഫോക്കസോടും ബിലീഫോടും കൂടി ചേർത്ത് പറയൂ. നല്ലോണം ഓർമ്മിക്ക്, ഫോക്കസ് ആൻഡ് ബിലീഫ്. അത് കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ ജയിക്കാൻ പറ്റില്ല. മുത്തശ്ശ, ഞാനിത് പ്രാക്ടീസ് ചെയ്തോളാം. മുത്തശ്ശൻ എനിക്കൊരു കാര്യം മാത്രം പറഞ്ഞു തരൂ. താഴെയുള്ള സാധനങ്ങൾ മുകളിലോട്ട് എറിയാൻ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ഫുൾ ആൻഡ് ഫുൾ ഫോക്കസ് ആൻഡ് ബിലീഫ്. ആത്മവിശ്വാസം വേണം. സംഗതി കൊല്ലാലോ. തറയിലുള്ള ഏത് സാധനം എടുത്ത് മേലേക്ക് എറിയാൻ പറ്റുന്ന തോന്നുന്നേ. എന്നാലത് ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്തേക്കാന്നേ. നിങ്ങള് പറഞ്ഞ മാജിക് തിരിഞ്ഞു പോയി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക, ഒന്ന് നിർത്ത. ഞാനും രാത്രി മുഴുവനും പ്രാക്ടീസ് ചെയ്തതാ. ദാ നോക്ക്. നീ എന്ത് മാജിക് ചെയ്താലും അതെനിക്ക് പണി തരാനാണല്ലോ മൈറ. സോറി വരുൺ, സോറി. എന്നാ പിന്നെ ഇത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റണെങ്കിൽ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാതെ? എന്തായാലും ആദ്യം എന്നെ തന്നെ അങ്ങ് കെട്ടി വെച്ചേക്കാം. ഇനി പ്രശ്നമൊന്നുമില്ല, ഞാൻ പറക്കാതിരുന്നാ മതി. ഞാനിവിടെ കുടുങ്ങി. രുദ്ര, ഒന്ന് രക്ഷിക്ക്. ഇന്ന് ജയ്സിംഗ് ചൗഹാൻ തനിക്ക് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അവൻ എഴുന്നേൽക്കാൻ ട്രൈ ചെയ്താൽ ഞാൻ അവനെ ഈ ലോകത്തിൽ നിന്നും പറഞ്ഞയക്കും. ചട്ടാൻ സിംഗ്, നമ്മൾ തമ്മിൽ ഒരു വഴക്കുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിരുന്ന കൊള്ളാം. നിന്റെ ഈ ധൈര്യത്തിന് എന്റെ അഭിനന്ദനങ്ങൾ കുട്ടപ്പ. ഇതുവരെ എത്തിക്കഴിഞ്ഞല്ലോ. കോൺഫിഡൻസ് വളരെ നല്ലതാണ്, പക്ഷെ ഓവർ കോൺഫിഡൻസ് വളരെ പ്രശ്നം പിടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ ഈ ആഗ്രഹം തീർത്തു തന്നേക്കാം. നിങ്ങളിൽ നിന്നും സൺ സിറ്റി ഞാൻ തട്ടിപ്പറിച്ച് നിങ്ങളെ എല്ലാരെയും ഒറ്റക്കാക്കിയേക്കാം. എനിക്ക് സൺ സിറ്റി വേണം, അത്രയേ ഉള്ളൂ. നിന്റെ ഈ സ്വപ്നം ഒരിക്കലും നടക്കില്ല. ഞാൻ നിനക്ക് ചാലഞ്ച് ചെയ്യാണ്. എന്ത്? സ്റ്റോൺ വാലിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. വരട്ടെ? ഇത് വല്ലാത്തൊരു ഊരാക്കുടുക്കായല്ലോ. ആദ്യമായിട്ടാണ് രുദ്ര എന്റെ കോട്ടയ്ക്കകത്ത് വരുന്നത്. ചട്ടാൻ സിംഗ്, അവനെ വെറുതെ വിടരുത്. കൂട്ടുകാര ഷക്കാൽ, കയ്യിൽ കിട്ടിയ ശത്രുവിനെ ഞാൻ ഒരിക്കലും വിട്ടുവയ്ക്കില്ല. ഇവിടെ വെച്ച് തന്നെ ഞാൻ അവന്റെ കഥ തീർത്തേക്കാം. ചാലാക്കി ചാമുണ്ട ചണ്ഡേല. ഒന്ന് ഒളിഞ്ഞിരിക്കാൻ പോലെ ഇപ്പൊ സ്ഥലമില്ലാതായി പോയല്ലോ. എന്റെ കൊട്ടാരം എല്ലാം നശിപ്പിച്ചു. എന്താ ഒന്നും വർക്കൗട്ട് ആകാത്തത്? എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ത്? കാരണം ഇത് ഞാനല്ല, എന്റെ നിഴലാണ്. മുത്തശ്ശൻ അയച്ചതാണ്. ഞാൻ സ്വയം വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഷക്കാലിന്റെ കൊട്ടാരത്തിൽ എങ്ങനെ അതിഥികളെ സ്വാഗതം ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ വരാഞ്ഞത്. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഞാൻ സ്റ്റോൺ വാലിയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അവിടെ വെച്ച് കാണാം. ജയ്സിംഗിന് ഞാൻ പിന്നെ എടുത്തോളാം. ആദ്യം ഈ ചെക്കൻ രുദ്രയെ തീർത്തേക്കാം.
രുദ്ര ഞാനിതാ വരുന്നുണ്ടടാ. ആ, എന്റെ കൊട്ടാരം ചില്ലു കൊട്ടാരം പോലെയായി തീർന്നിരിക്കുന്നല്ലോ. പിന്നെ എന്തിനാ ഇത് മാത്രം നിർത്തിയിരിക്കുന്നത്? ഇന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഒരു പ്രാവശ്യം നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. ഇപ്പോഴും ഞാൻ നിനക്ക് സമയം തരാം. പൊയ്ക്കോ. നിന്നെ പോലുള്ള കൊച്ചു കുട്ടികളുടെ കൂടെ ചേർന്ന് മന്ത്രതന്ത്രം പറഞ്ഞ് പഠിക്ക്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും ഒരിക്കലും സംശയിക്കരുത്. ഓ അതാണോ കാര്യം? എന്നാൽ പിന്നെ ഇതാ പിടിച്ചോ. ചാലാക്കി ചാമുണ്ട ചാൻഡേല. പ്ലീസ് സഹായിക്കാൻ മാത്രം ശ്രമിക്കരുത്. ഞാൻ രുദ്രയെ പുറകിൽ നിന്നും അറ്റാക്ക് ചെയ്തേക്കാം. ഇത് നല്ലൊരു സന്ദർഭം തന്നെ. അങ്ങനെ നീ ചെയ്താൽ പിന്നെ എനിക്കും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അവർ തമ്മിൽ യുദ്ധം ചെയ്യട്ടെ. ഇന്നിവിടെ ഉള്ളതെല്ലാം ഞാൻ നശിപ്പിക്കും. ചാലാക്കി ചാമുണ്ട ചാൻഡേല. Ibaiska, Zibaiska, boom, chick, chick, boom. കൊള്ളാം. അതുകൊണ്ടാണല്ലേ താഴോട്ടുള്ളതെല്ലാം മേലോട്ട് പറക്കാനുള്ള മന്ത്രം പഠിച്ചത്. ചാലാക്കി ചാമുണ്ട ചാൻഡേല. അറ്റാക്ക് ചെയ്യേ. Ibaiska, Zibaiska, asteroids finito. ഷാക്കാൽ എന്നെ രക്ഷിക്കൂ. ഷാക്കാൽ എന്നെ രക്ഷിക്കൂ. മുത്തശ്ശ, മുത്തശ്ശൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മുത്തശ്ശന് വയ്യാത്തതല്ലേ? നീ ഒരു മഹാനായ മാന്ത്രികനാണ്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ഉള്ളപ്പോൾ സൺ സിറ്റി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശ, Watch India's largest kids library only on Jio Hotstar. Download the app now.